ഈ ലോകം നശ്വരമാണെന്ന് നമുക്കറിയാം. ഇവിടെയുള്ളതെല്ലാം ജീർണതയ്ക്ക് വിധേയമാണ്. കാലക്രമേണ എല്ലാം ഇല്ലാതാകുമെന്ന് മനുഷ്യൻ ഭയപ്പെടുന്നു. സൂര്യൻ ഒരിക്കൽ എരിഞ്ഞില്ലാതാകുമെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ ഈ ഭൂമിയുടെ അവസാനത്തെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായി എഴുതിയിരിക്കുന്നു. അന്ന് ആകാശം കൊടുംമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഇങ്ങനെ ഇപ്പോഴത്തെ ഭൂമിയും ആകാശവും കത്തി അമരുമെന്ന് മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല ബൈബിൾ ചെയ്യുന്നത്. പുതിയൊരു ആകാശത്തെയും പുതിയൊരു ഭൂമിയെയും കുറിച്ചുള്ള പ്രത്യാശാ നിർഭരമായ ഒരു വാഗ്ദത്തവും ബൈബിൾ ഒപ്പം നൽകുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും. അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്ത് സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്, അവണ്ണം വയലിലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ഇവിടെ കർത്താവ് ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള വളരെ പഴയ ഒരു സംഭവകഥയാണ് സൂചിപ്പിക്കുന്നത്. സോദോം എന്ന പട്ടണത്തിൽ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് താമസിച്ചിരുന്നു. ഏറ്റവും ഫലഭൂയിഷ്ടമായിരുന്ന പട്ടണം ലോത്ത് പാർക്കുവാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. എന്നാൽ പിന്നീട് ആ പട്ടണം ഏറ്റവും മ്ലേച്ഛമായ പാപങ്ങളാൽ നിറയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ പട്ടണം മുഴുവനായി തീ കൊണ്ട് നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. എന്നാൽ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിന് ദൈവം കരുണ ചെയ്തു. അതിനെക്കുറിച്ച് വിശുദ്ധ പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ ദൈവം വിടുവിച്ചു. ദൈവദൂതന്മാർ ലോത്തിനോട് തൻ്റെ ഭവനത്തിലുള്ളവരെയും കൂട്ടി അപ്പോൾ തന്നെ അടുത്തുള്ള പർവ്വതത്തിലേക്ക് ഓടിപ്പോകുന്നതിന് കൽപ്പിച്ചു. തിരിഞ്ഞു നോക്കരുതെന്നും പറഞ്ഞിരുന്നു. ലോത്തും ഭാര്യയും 2 പെൺമക്കളും പട്ടണം വിട്ട് ഓടിപ്പോകാൻ തയ്യാറായി. എന്നാൽ മറ്റുള്ളവർ വിശ്വസിച്ചനുസരിക്കുവാൻ തയ്യാറായില്ല. അവർ പുറപ്പെട്ട ശേഷം ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്തു. സോദോം പട്ടണം കത്തിയമർന്നു, എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. എന്നാൽ തൻ്റെ ബന്ധുമിത്രാദികളെയും തനിക്കുണ്ടായിരുന്ന സകലത്തെയും കുറിച്ച് ചിന്തിച്ചിട്ടാവാം ലോത്തിൻ്റെ ഭാര്യ ഓടിപ്പോകുന്നതിനിടയിൽ തിരിഞ്ഞു നിന്നു. കത്തിയെരിയുന്ന ആ പട്ടണത്തിലേക്ക് നോക്കി. അവൾക്ക് മുന്നോട്ട് നോക്കി ഓടുവാൻ കഴിഞ്ഞില്ല. അവൾ ഉപ്പ് തൂണായി അവിടെ തന്നെ ഉറഞ്ഞുപോയി. ഈ ഒരു സംഭവമാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവർ, താൻ താമസിച്ചിരുന്ന വീട്, പട്ടണം, താൻ സ്വരൂപിച്ച അനവധിയായ സമ്പത്തുക്കൾ എല്ലാം ഉപേക്ഷിച്ച് മുന്നിൽ കാണിച്ച വഴിയിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുവാൻ 2 ദൈവദൂതന്മാർ നേരിട്ട് വന്ന് അറിയിച്ചിട്ടും അവർ തന്നെ കൈപിടിച്ച് പട്ടണത്തിന് പുറത്തെത്തിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ പോയ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മുന്നറിയിപ്പ് കേട്ടു, വിശ്വസിച്ചു, പുറപ്പെട്ടു. പക്ഷേ ആ യാത്ര തുടരുവാൻ കഴിയാതെ തിരിഞ്ഞു നിന്നു. ഇതുതന്നെയാണ് ദൈവവചനം കേട്ട് വിശ്വസിച്ചിറങ്ങി തിരിച്ച പലരുടെയും പിന്നത്തെ അവസ്ഥ. പലരെയും കൈപിടിച്ച് ക്രൂശിൻ്റെ ചുവട്ടിൽ വരെ എത്തിച്ചു, രക്ഷയുടെ വഴി കാണിച്ചു, ഓടിരെത്തിച്ചേരുവാനുള്ളൊരു പട്ടണത്തെക്കുറിച്ചുള്ള പ്രത്യാശ പകർന്നു നൽകി. എന്നാൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം പിന്നോട്ട് വലിക്കുന്ന ബന്ധങ്ങൾ, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, മതം, പാരമ്പര്യ വിശ്വാസങ്ങൾ, ലോകസ്നേഹങ്ങൾ, മറ്റു സ്വയംനീതിയുടെ വാദങ്ങൾ എല്ലാമായി പലരും എവിടേക്കോ ഉറഞ്ഞുപോയി. മുന്നോട്ടൊരു ചുവട് ചലിക്കുവാൻ കഴിയാതെ പിന്നോട്ട് നോക്കി പെരുവഴിയിൽ നിൽക്കുകയാണ്. ഇവരുടെ ഈ നിൽപ്പ് പലപ്പോഴും മറ്റുള്ളവരുടെ യാത്രയ്ക്ക് കൂടി തടസ്സമാകുകയാണ്. പുറപ്പെടുവാൻ കർത്താവ് ഒരു വ്യക്തിയോട് ആവശ്യപ്പെട്ടാൽ ആ യാത്രയിൽ പിന്നൊരു തിരിഞ്ഞുനോട്ടം പാടില്ല. കർത്താവ് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണിത്. യേശു ഇങ്ങനെ പറയുന്നു: കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന്. ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നെന്നും ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ലെന്നും എന്നാൽ ശാശ്വതമായൊരു പാർപ്പിടം കർത്താവ് ഒരുക്കുന്നുണ്ടെന്നും അതിലേക്കുള്ള വഴി യേശുക്രിസ്തു ആണെന്നും കർത്താവിലും അവിടുത്തെ വചനത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ഊന്നിയ ഒരു വിശുദ്ധ യാത്രയുടെ അവസാനം നാം അവിടെ എത്തിച്ചേരുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാനോ അത് കേട്ട് കർത്താവിനെ പിൻപറ്റുവാനോ പലരും തയ്യാറല്ല. സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട് അവരവർക്ക് താല്പര്യം തോന്നുന്ന വിഷയങ്ങളിൽ മനുഷ്യൻ സമയം ചെലവഴിക്കുന്നു. ശക്തമായ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ പലരും തയ്യാറാകുന്നില്ല. പകരം രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഓടിപ്പോകുന്നവരെ പരിഹസിച്ചുകൊണ്ട് മാർഗമധ്യേ അവർ അങ്ങനെ തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് നാശം സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ വരും. ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചവർ പലതും നനച്ച് തിരിഞ്ഞു നോക്കി നിന്നാൽ അവർ കൈവിടപ്പെട്ടു പോകും. അതാണ് കർത്താവ് പറഞ്ഞത്: ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിനെന്ന്. ഈ ദിവസങ്ങളിൽ തിരിഞ്ഞു നോക്കാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിരതയോടെ ഓടുക. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.